സുരേഷ് ഗോപി വലിയ വിജയാഘോഷത്തിലാണ്. തീർച്ചയായുമാണ് കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ തെരഞ്ഞെടുക്കപ്പെട്ട ലോക്സഭാംഗം എന്ന പദവി അദ്ദേഹത്തിനുണ്ട്. ജയിക്കുന്നവർ സന്തോഷിക്കും, അത് സ്വാഭാവികവുമാണ്. പക്ഷേ സന്തോഷം എത്ര കാലം എന്ന ചോദ്യം പല രൂപത്തിൽ വരുന്നു. BJPക്കാർക്ക് തന്നെ അദ്ദേഹത്തെ മടുത്തിരിക്കുന്നു എന്നൊരു വാർത്തയുണ്ട്. എന്നാൽ ഏറ്റവും പുതിയ വാർത്ത, അദ്ദേഹം പോണ്ടിച്ചേരിയിൽ വാഹനം രജിസ്റ്റർ ചെയ്ത കേസിൽ തട്ടിപ്പ് നടത്തി എന്ന രീതിയിൽ ഇപ്പോൾ ഒരു ക്രിമിനൽ കേസ് അദ്ദേഹത്തിനെതിരായി വന്നിട്ടുണ്ട്. നികുതി വെട്ടിപ്പ് കേസ് എന്ന് പറഞ്ഞാൽ നികുതി അടച്ചാൽ തീരാവുന്നതാണ്. ഇവിടുത്തെ പല നടന്മാരും പല പ്രമുഖരും പോണ്ടിച്ചേരിയിൽ പോയി വാഹനം എടുത്ത് ഇവിടെ ഒന്ന് പിടിച്ചാൽ ഉടനെ പൈസ അടച്ച് കണക്ക് തീർക്കാൻ പറ്റും. ഇദ്ദേഹം അതിന് തയ്യാറായി. ഇദ്ദേഹം അത് നിയമപരമായി പോരാടാൻ തീരുമാനിച്ചു എന്നാണ് നമ്മൾ കേട്ടത്. പക്ഷേ അതിന്റെ ഫലം അദ്ദേഹത്തിനെതിരെ കേസ് വന്നു. ഏറ്റവും ഒടുവിൽ അദ്ദേഹം നേരെ പോയി ഹൈക്കോടതിയിൽ വന്നിരിക്കുകയാണ്. തന്റെ കേസ് ക്വാഷ് ചെയ്യണം എന്നാണ് ഹൈക്കോടതിയോട് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. അത് ക്വാഷ് ചെയ്തില്ലെങ്കിലുള്ള ഒരവസ്ഥ വളരെ ഗുരുതരമാണ്. ക്വാഷ് ചെയ്തില്ലെങ്കിൽ വീണ്ടും കീഴ്ക്കോടതിയിൽ വിചാരണ വരും. സുരേഷ് ഗോപി പ്രതിയായി അവിടെ വരേണ്ടി വരും. ആ കേസിൽ ശിക്ഷിക്കപ്പെട്ടാൽ അത് എത്രയായാലും അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം പോവോ MP സ്ഥാനം പോവോ എന്നുള്ളതൊക്കെ നിയമപരമായ പോരാട്ടത്തിൽ നിൽക്കും. പക്ഷേ അത് അദ്ദേഹത്തിന് കിട്ടാവുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രഹരമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. തീർച്ചയായും ഇത് ഒരു നികുതി വെട്ടിപ്പുകാരനാണോ കേരളത്തിലെ തൃശ്ശൂരിന്റെ MP എന്ന ചോദ്യം ഇനിയും ആവർത്തിക്കപ്പെടുന്ന ഒരു ഘട്ടം വരാനാണ് സാധ്യത. തൃശ്ശൂർ മേയർ ഒരു അത്ഭുത പ്രതിഭാസമാണ്. അദ്ദേഹം CPM-ന് വളരെ വേണ്ടപ്പെട്ട ആളാണ്. UDF വിമതനായി ജയിച്ച് ഒരു ആളുടെ ഭൂരിപക്ഷത്തിൽ, അയാളുടെ ഭൂരിപക്ഷത്തിൽ അയാൾ മേയറായിരിക്കുകയാണ്. അയാൾ അപ്പുറത്തേക്ക് മാറിയാൽ അയാൾക്ക് അവിടെയും പോയി മേയറാവാം. UDF-ലേക്ക് മാറിയാൽ അവിടെയും പോയി മേയറാവാം. കാരണം BJP നിഷ്പക്ഷത പാലിച്ച. പ്രശ്നം ഗുരുതരമാണ് തൃശ്ശൂരിൽ. തൃശ്ശൂർ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി എങ്ങനെ ജയിച്ചു എന്നതിന് ഉത്തരമാണ് തൃശ്ശൂർ മേയർ എന്ന് നമുക്ക് പറയേണ്ടി വരും. അതുകൊണ്ടാണ് അവിടെ തോറ്റ സ്ഥാനാർത്ഥി സഖാവ് സുനിൽ കുമാർ അതിശക്തമായി മേയർക്കെതിരെ ആഞ്ഞടിക്കുകയാണ്. മേയർ സുരേഷ് ഗോപിയുമായുള്ള ബന്ധം വളരെ ശക്തമായ വിമർശനത്തിന് വന്നിട്ടുണ്ട്. മേയറുടെ ഓഫീസിൽ സുരേഷ് ഗോപി വന്നു. മേയറുടെ ഓഫീസിൽ സുരേഷ് ഗോപി സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് വരുന്നതിൽ ഒരു തെറ്റില്ല. അദ്ദേഹം ഫണ്ട് കൊടുത്തു, അത് മുനിസിപ്പൽ വികസനത്തിന് MP-യുടെ ഫണ്ട് കൊടുത്താൽ അതും തെറ്റല്ല. പക്ഷേ പ്രശ്നം അതല്ല. സുരേഷ് ഗോപി മഹാനാണ് എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മേയർ. ആ മേയറെ ഇപ്പോ കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മതിരിച്ചിട്ട് തുപ്പാനും വയ്യ എന്ന അവസ്ഥയിലാണ് CPM ഒരർത്ഥത്തിൽ. പക്ഷെ ഞാൻ അങ്ങനെ കാണുന്നില്ല. സുനിൽ കുമാറൊക്കെ ഇനി എത്ര പറഞ്ഞാലും CPM ആ മേയറെ മാറ്റാൻ പോകുന്നില്ല. അത് അവിടെ കോർപ്പറേഷന്റെ ഭരണം കിട്ടുന്നതിന് മാത്രമല്ല, ഇയാളാണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിന് പാലം പണിതത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതാണ് കാര്യം. അവിടെയുള്ള കൃത്യമായ കാര്യം അതാണ്. CPM വോട്ട് BJPക്ക് മറച്ചു കൊടുക്കുകയും സുനിൽ കുമാർ പിടിച്ച അധികം വോട്ട്, ഒരുപാട് വോട്ട് അദ്ദേഹത്തിന് സ്വന്തമായി കിട്ടേണ്ടതാണ്, അതൊക്കെ ഇല്ലാതാക്കുകയും ചെയ്യുന്നതിൽ നിർണായകമായൊരു പങ്ക് വഹിച്ച ആളാണ് ഈ വർഗീസ് എന്ന മേയർ. അവിടുത്തെ പാർട്ടി ജില്ലാ സെക്രട്ടറിയുടെ പേരും വർഗീസ് എന്നാണ് എന്നത് തെറ്റിദ്ധരിക്കരുത്, അത് വേറെയാണ്. അദ്ദേഹത്തിന്റെ പണി ചെയ്തിട്ടുണ്ട്. 15 ദിവസം ED ഓഫീസിൽ ഇരുത്തി അദ്ദേഹത്തെ ബുദ്ധിമുട്ടിച്ച കഥയൊക്കെ നമുക്കറിയാം. പക്ഷേ ഈ മേയർ വർഗീസ് ഇപ്പോൾ അവിടെ ഒരു കുഴപ്പവുമില്ലാതെ തുടരുകയാണ്. CPM നേതാവ് പറഞ്ഞത് അത് CPIയുടെ അഭിപ്രായമാണ് എന്നാണ്. പക്ഷെ സുനിൽ കുമാർ രഹസ്യമായിട്ടല്ല പറഞ്ഞത്. സുനിൽ കുമാർ ശക്തമായ ഭാഷയിൽ തന്നെയാണ് ആഞ്ഞടിച്ചിട്ടുള്ളത്. ആ അടി യഥാർത്ഥത്തിൽ CPI ബന്ധത്തെ തകർക്കുന്നത് മാത്രമല്ല, CPM-ന് മുമ്പിൽ നിരവധി ചോദ്യങ്ങൾ ഉയർത്തുക കൂടിയാണ്. കാരണം കോൺഗ്രസിന്റെ വോട്ട് പോയത് കൊണ്ട് സുരേഷ് ഗോപി ജയിച്ചു എന്ന കേവലമായ കണക്ക് കൊണ്ട് മറയ്ക്കാൻ കഴിയുന്നതല്ല തൃശ്ശൂരിലെ CPM-ന്റെ പതനം. ഇരിങ്ങാലക്കുട പോലൊരു മണ്ഡലത്തിൽ പോലും 3-ാം സ്ഥാനത്തേക്ക് പോയ കഥ, മന്ത്രി ബിന്ദുവിന്റെ മണ്ഡലമാണ്, അവിടെ പോലും 3-ാം സ്ഥാനത്തേക്ക് പോയ കഥ ഇന്നൊരു രഹസ്യമൊന്നുമല്ല. അതുകൊണ്ട് തീർച്ചയായും സുനിൽ കുമാറിന് പറയാനുള്ള എല്ലാ അധികാരങ്ങളും അവകാശങ്ങളുമുണ്ട്. പക്ഷേ മേയറെ തൊടാതിരിക്കുന്നതിന് CPM-ന് അവരുടേതായ കാരണങ്ങളുണ്ട്. ഇനി CPI-യുടെ കൗൺസിലർമാർ അവർ കൂറുമാറിയാൽ പോലും ഈ മേയർ താഴേക്ക് പോകും. അതിനവർ തയ്യാറാകുമോ എന്ന ചോദ്യമുണ്ട്. എനിക്കതൊന്നും തോന്നുന്നില്ല. കാരണം CPI സംസ്ഥാന നേതൃത്വത്തിനും അങ്ങനെ ഒരു നിലപാടെടുക്കാൻ കഴിയില്ല. എടുത്താൽ അത് വലിയേട്ടനെ പിണക്കലാവും എന്നതുകൊണ്ട്. അപ്പോൾ തീർച്ചയായും സുനിൽ കുമാറിന്റെ പരാജയത്തിനും സുരേഷ് ഗോപിയുടെ വിജയത്തിനും കാരണക്കാരനായ മേയർ തൃശ്ശൂരിൽ അഭംഗുരം തുടരും എന്ന് തന്നെയാണ് നമ്മൾ കാണുന്നത്. ഇനി ഒരു ഘട്ടം കഴിഞ്ഞാൽ
അടുത്ത തെരഞ്ഞെടുപ്പിൽ അയാൾ BJPയുടെ മേയർ സ്ഥാനാർത്ഥിയായി വന്നുകൂടായികയുമില്ല. നമുക്കറിയില്ല അടുത്ത തവണ പുരുഷനാണോ സ്ത്രീയാണോ. അപ്പൊ അങ്ങനെ വരുമ്പോൾ തീർച്ചയായും വലിയ തോതിലുള്ള പ്രതിസന്ധി അവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് CPM-ന് എന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്.